قال رسول الله صلى الله عليه وسلم من أهان خمسة خسر خمسة. അഞ്ചു കാര്യങ്ങളെ അവഗണിച്ചാൽ അഞ്ചു നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഇസ്തഖഫ ബിൽ ഉലമാഇ ഖസറ ദീന. ഒരാൾ ആലിമീങ്ങളെ നിന്ദിച്ചു, ആലിമീങ്ങളെ വേണ്ടിയില്ല, അവരെ അവഗണിച്ചാൽ അദ്ദേഹത്തിന്റെ ദീന് നഷ്ടപ്പെട്ടു പോകും. കാരണം അൽ ഉലമാ വറസത്തുൽ അംബിയാ മുഹമ്മദ് റസൂലുള്ളാഹി. അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ്. ആ അമ്പിയാക്കൾ എന്താണോ ദൗത്യം നിർവഹിച്ചത് അതെല്ലാം പിന്നീട് അനന്തരമെടുത്ത് ഈ ഭൂമി ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളെ അവഗണിച്ചാൽ ഒരാൾക്ക് ഇൽമു കിട്ടില്ല, ഒരാൾക്ക് ദീനിൽ പഠിക്കാൻ കഴിയൂല. അപ്പൊ അദ്ദേഹത്തിന്റെ ദീന് നഷ്ടമായി പോകും. ഉമറാക്കളെ, അമീറുമാരെ, നേതാക്കന്മാരെ, ഭരണാധിപന്മാരെ അവരെ അവഗണിച്ചാൽ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും. എന്താ കാരണം? ഭരണാധികാരിമാരിൽ നിന്ന് പലതും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഭരണാധികാരികളെ ഞാൻ മൈൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് ഭരണാധികാരി ആരാണെങ്കിലും നമ്മളുടെ എതിരാളിയാണെങ്കിൽ പോലും അവരെ വേണ്ട വിധത്തിൽ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും. എങ്കിലേ നമുക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഭരണാധികാരികളെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ, അവരെ അവഗണിച്ചു കഴിഞ്ഞാൽ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും. അയൽവാസികൾ ആരെങ്കിലും അവഗണിച്ചാൽ അവനെല്ലാം ഉപകാരവും നഷ്ടപ്പെട്ടു. അയൽവാസികളെ നല്ല നിലയിലായിരിക്കണം എപ്പോഴും. അയൽവാസികളെ നിന്ദിച്ചാൽ, അവരെ പരിഗണിച്ചില്ലെങ്കിൽ അയൽവാസികളൊന്നും വേണ്ടിയിരിക്കില്ല. എന്നാ ഒരു ആവശ്യത്തിന് ഓടി വരാൻ ആരും ഉണ്ടാവില്ല. ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളെക്കാൾ നേരത്തെ എത്തുന്നത് ആരായിരിക്കും? അയൽവാസികളായിരിക്കും, അല്ലെ? ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് രാത്രി സമയത്തുണ്ടായിരുന്നു, എന്നാൽ ഓടി വരാനുള്ള നമ്മൾ അയൽവാസികളാണ്. അപ്പൊ അയൽവാസികളായിട്ട് നല്ല ബന്ധമായിരിക്കും, അവരെ നല്ല പരിഗണിച്ചുകൊണ്ടായിരിക്കും ജീവിക്കേണ്ടത്. അവരെ അവഗണിച്ചാൽ നമുക്ക് വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കും. കുടുംബക്കാരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകും. കുടുംബത്തിലൊന്നും പോകുന്നില്ല, കുടുംബത്തിലൊന്നും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോൾ പറയുന്നില്ല, കുടുംബക്കാരെ അടുപ്പിക്കുന്നില്ല എങ്കിൽ സ്നേഹബന്ധം അത് മുറിഞ്ഞു പോകും. അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികവും മറ്റു പരാധീനതകൾ അനുഭവിക്കുന്ന അവസരത്തിൽ ഓടി വരാനും നമ്മെ താങ്ങി നിർത്താനൊക്കെ ഉള്ളവരാണ് കുടുംബം.